ഹലോ ഫ്രണ്ട്സ്, ഷീഷെഫിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി മീൻ ഫ്രൈ ആണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ മീൻ നമ്മൾ വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് എന്തൊക്കെയാണ് അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 സ്പൂൺ മൈദ മാവ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് അരച്ച് ചേർക്കാനുള്ള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ എടുക്കാം. ഇനി നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ച് കൊണ്ടുവരാം. അരച്ചെടുത്ത അരപ്പ് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ പാകത്തിൽ നമ്മൾ അരച്ചെടുക്കാവുള്ളൂ. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി, ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് പുരട്ടിയെടുക്കാം. നന്നായിട്ട് ആ അരപ്പ് പറ്റി പിടിക്കുന്നത് പോലെ നല്ല രീതിയിൽ പുരട്ടിയെടുക്കണം. ഇനി ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ച് അരപ്പെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഈ മീനിലോട്ട് നമുക്ക് ഒരു 1/2 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. രുചിക്കും നല്ല മണവും ആയിരിക്കും പൊരിച്ച് വരുമ്പോൾ. അത് നന്നായിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് അടച്ച് വെക്കാം. പത്ത് മിനിറ്റ് നമ്മൾ വെച്ച ശേഷം അരപ്പെല്ലാം നല്ലതായിട്ട് സെറ്റായിട്ടിരിപ്പുണ്ട്. നമുക്കിനി ഇത് പൊരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമായത് ഒഴിച്ചു വെക്കാം. എണ്ണ നല്ല ചൂടായിട്ട് വരുന്നുണ്ട്. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് നമ്മുടെ സെറ്റായിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ മീൻ നല്ല മൊരിഞ്ഞ് വരട്ടെ. നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ നമ്മുടെ മീൻ. മീൻ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതിനെ ഇനി മറിച്ചിട്ട്
നമ്മുടെ മീൻ ഫ്രൈ ഓൾമോസ്റ്റ് രണ്ട് സൈഡും നല്ല ഫ്രൈഡായിട്ട് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണിത്. നല്ല മണമൊക്കെ വരുന്നുണ്ട് നെയ്യുടെയൊക്കെ. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ മീൻ ഫ്രൈ ഇന്ന് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ താങ്ക് യു.